അർച്ചനയെ വിളിക്കുന്നത്. മോളെ, അവന്തിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബോധം തെളിഞ്ഞു. ഡോക്ടർമാരെന്തു പറഞ്ഞു? ചിലപ്പോ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല. നീ അവളെ കയറി കണ്ടോ? ഇല്ല, ഞങ്ങളാരും കയറി കണ്ടില്ല. അതെന്താ? നന്ദനും കയറി കണ്ടില്ലേ? ഇല്ല, ഞങ്ങളെ ആരെയും അവന്തി ഏട്ടത്തിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്നാ പറയുന്നത്. അച്ഛൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ എന്നെ കാണുന്നത്? അതറിയില്ല, ഞങ്ങളെ ആരെയും കാണാൻ ഏട്ടത്തി സമ്മതിക്കുന്നില്ല. അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്നാ പറയുന്നത്. അച്ഛനൊന്ന് പെട്ടെന്ന് വാ. ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ ചേച്ചി പറഞ്ഞേ? അവന്തിക്ക് ബോധം തെളിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ല ഇപ്പൊ പ്രശ്നം. അവള് മറ്റാരെയും കാണാൻ കൂട്ടാക്കുന്നില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അതെന്തിനാ അവന്തി കേട്ടി വാശി പിടിക്കുന്നേ? അതെന്തിനാണെന്ന് അവര് പറഞ്ഞെങ്കിലല്ലേ അറിയാൻ കഴിയും. ഞാനും കൂടെ അങ്കിളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ? ഇപ്പൊ വേണ്ട, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അർച്ചന പറഞ്ഞത്. എന്തായാലും ഞാൻ അവിടെ ചെന്ന് അവളെ കാണട്ടെ. നന്ദേട്ടനെ പോലും കാണാതെ അച്ഛനെ മാത്രം കാണുമെന്ന് പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആർക്കറിയാം. എന്തായാലും ഞാൻ പോയിട്ട് വരാം. മറ്റുള്ളവരാരും അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അവന്തി കേട്ടത്തിക്ക് അച്ഛനോട് പറയാനുണ്ട്. ഞാൻ പോയി റെഡിയായിട്ട് വരാം. ഈ വെയിൻ കട്ടയിലും ഇപ്പൊ മറ്റാരും കാണാൻ സമ്മതിക്കാതെ അച്ഛനെ മാത്രം കാണുമെന്ന് പറയുന്നതും വെച്ച് നോക്കുമ്പോ അവന്റെ കേട്ടത്തി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഈ വീടിന് അത്ര നല്ലതായിരിക്കില്ല.